ധർമ്മസ്ഥലയിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി 6ാമത്തെ പോയിന്റിലെ പരിശോധന പൂർത്തിയായി. 6ാം പോയിന്റിൽ നിന്ന് 15 അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ചില അസ്ഥികൾ പൊട്ടിയ നിലയിലാണുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. സരീഷ് പി കെ നമുക്കൊപ്പം ചേരുകയാണ്. സരീഷ് പി കെ, രാജ്യമുറ്റുനോക്കിയ ധർമ്മസ്ഥലയിലെ 2 ദിവസത്തെ പരിശോധന അത് ഫലപ്രാപ്തിയിൽ എത്തിയില്ലെങ്കിലും 3ാം ദിവസത്തെ ആദ്യ മണിക്കൂറിൽ തന്നെ 6ാം നമ്പർ പോയിന്റ്, സാക്ഷി ചൂണ്ടിക്കാട്ടിയ 6ാം നമ്പർ പോയിന്റിൽ നിന്നും അസ്ഥി ലഭിക്കുന്നു. 15 കഷ്ണങ്ങളാണ് അവിടെ നിന്നും ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലൊന്ന് ഒരു പുരുഷൻ്റേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോഴും സാക്ഷി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, ഒരേ സ്ഥലത്ത് തന്നെയാണ് താൻ 6 മുതൽ 7 പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 6ാം നമ്പർ പോയിന്റിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് സാക്ഷി ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ എല്ലിൻ കഷ്ണങ്ങളും പ്രത്യേകമായി ബാഗുകളിലാക്കുന്നു. അതിൻ്റെ ഓരോ പരിശോധനയും കൃത്യമായി പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോറൻസിക് വിഭാഗം ആ പരിശോധനയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് ലിംഗനിർണ്ണയം നടത്തേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ കാലപ്പഴക്കം നിശ്ചയിക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അതോടൊപ്പം തന്നെ ആ മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ ലയിച്ചിട്ട് എത്ര വർഷങ്ങളായി തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം മറ്റ് കാര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ മറ്റ് അവകാശവാദങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, അത് പുഴയിൽ ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഉൾപ്പെടെ, പുഴയിൽ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഈ കാട്ടിൽ സംസ്കരിക്കാറുണ്ട് എന്ന് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എന്തായാലും 6 എന്ന നിർണായകമായ പോയിന്റിൽ നിന്നും കൃത്യമായി മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇനി പറയുന്ന അടുത്ത പോയിന്റുകളിൽ, അതായത് 7 മുതൽ 13 വരെയുള്ള പോയിന്റുകൾ, അത് നിർണായകമാണ് എന്ന് സാക്ഷി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പുഴയ്ക്കപ്പുറത്തേക്ക് സംസ്ഥാന പാതയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് ഇനിയുള്ള പരിശോധനകൾ. സ്വാഭാവികമായും അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടത്തുന്ന പരിശോധനകൾ അത് നിർണായകമാണ്. സാക്ഷിയുടെ വെളിപ്പെടുത്തലുകൾ സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.